കലത്തിലെ ചോറ് വെന്തോ എന്നറിയാൻ ഒന്നോ രണ്ടോ ഞെക്കി നോക്കിയാൽ മതി. സർക്കാരിനെ അറിയാൻ ഈ നയപ്രഖ്യാപനം മാത്രം മതിയെന്ന ഒറ്റ വരി കൊണ്ട് സഭയെ കീഴടക്കുകയായിരുന്നു കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷ്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെ പിന്തുണച്ച് നടത്തുന്ന പ്രസംഗത്തിലായിരുന്നു CPMന്റെ മുഖമടച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചത്. പൂരം കഴിഞ്ഞ പറമ്പിൽ നിന്നും പൊട്ടാത്ത പടക്കം പോലെ CPMൽ നിന്നും ആരൊക്കെ പൊട്ടിയില്ല എന്ന് പഠന വിഷയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം തുടക്കം തന്നെ CPMന്റെ തോൽവിയെ പരിഹസിച്ചത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു പിണറായിക്ക് കൊടുത്ത മറുപടി. CPM നേതാക്കന്മാരെല്ലാം വായില്ലാ കുന്നിലപ്പന്മാരായി പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന ആക്ഷേപം കൂടി പറയുകയായിരുന്നു. കൂടാതെ OJ ജനീഷിന് വിരുന്നൊരുക്കിയതിന് CPM നേതാവിനെ പുറത്താക്കിയ വിഷയത്തിലും അദ്ദേഹം CPMനെ ശക്തമായി തന്നെ സഭയിൽ ആക്ഷേപിച്ചു. ഗോവിന്ദൻ മാഷിന് വരെ കണക്കിന് കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തിയത്. ആ ഉഗ്രം പ്രസംഗം ചേർക്കുന്നു, കാണാം. ശ്രീ CR മഹേഷ് 8 മിനിറ്റ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തെ പിന്തുണച്ചുകൊണ്ട് ശ്രീ M. വിൻസെന്റ് അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ, ഒരിക്കൽ കൂടി ഇതിനകത്ത് കയറുവാൻ, നിയമസഭയിൽ അംഗമാകുവാൻ, കരുനാഗപ്പള്ളിയെ പ്രതിനിധീകരിക്കുവാൻ അവസരം തന്ന പാർട്ടി നോക്കാതെ വോട്ട് ചെയ്ത നാട്ടുകാരോടും കൊടും ചൂടിലും പ്രവർത്തനം നടത്തിയ പാർട്ടി പ്രവർത്തകരോടും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചവരോടും എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സഭയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ, വിവിധ സമയങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ അംഗങ്ങൾ, പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ PT തോമസ്, ശ്രീ വാഴൂർ സോമൻ, ശ്രീ കാനത്തിൽ ജമീല തുടങ്ങിയ എല്ലാവരെയും അവരുമായി പങ്കിട്ട നല്ല നിമിഷങ്ങളെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് സാർ, പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞൊരാൾ, നല്ലപോലെ വായിക്കുന്ന ഒരാൾ, നല്ലപോലെ കേൾക്കുന്ന ഒരാൾ, ചിരിക്കുന്ന ഒരാൾ, നല്ലൊരാൾ, ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ടീം UDF ഭരണം ആരംഭിച്ചിരിക്കുകയാണ് സാർ. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ 5ാമത്തെ മുഖ്യമന്ത്രി R. ശങ്കർ, ശ്രീ K. കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി എന്നിവരുടെ പിൻഗാമി ശ്രീ VD സതീശൻ. 2001 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായ നിയമസഭയിൽ 100-ൽ ഒരാളായി ആദ്യമായി ഈ നിയമസഭയിലേക്ക് കടന്നു വന്ന VD സതീശൻ 2026 102 പേരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി ചരിത്രത്തിലിടം പിടിച്ചിരിക്കുകയാണ് സാർ. കാലം ശ്രീ VD സതീശനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അസാധാരണമായ ഒരു രാഷ്ട്രീയ തിളക്കത്തിലാണ് സാർ. ഇന്നലെ പരിണിതപ്രജ്ഞനായ കമ്മ്യൂണിസ്റ്റ്, ഈ സഭയിലെ ഏറ്റവും സീനിയർ അംഗം ശ്രീ G. സുധാകരൻ പറഞ്ഞതുപോലെ ശ്രീ VD സതീശനെ ജനം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കോൺഗ്രസ് UDF എന്നതിനപ്പുറത്ത് ജനം അങ്ങയെ പുതുയുഗത്തിലേക്കുള്ള രക്ഷകനായി കാണുന്നു. അതിനനുസരിച്ച് ഉയരുവാൻ, എല്ലാവരെയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സർ. കഴിഞ്ഞ സഭയിൽ ആക്രോശിച്ച ഒരുപാട് ആളുകളുണ്ട്. അശരീരി മുഴക്കിയവരുണ്ട്, അകമ്പടിക്കാരുണ്ട്, ഡെസ്കിലടിച്ച് താളം പിടിച്ചവരുണ്ട്, വാഴ്ത്തുപാട്ടുകാരുണ്ട്. ഭരണപക്ഷമാണെന്നുള്ള രീതി പോലും മറന്നുകൊണ്ട് എണ്ണത്തിൽ കുറവായിരുന്ന അന്നത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെ വല്ലാതെ അടിച്ചമർത്തുവാൻ നേതൃത്വം കൊടുത്ത മന്ത്രിമാർ പോലും സാർ മോഡറേഷൻ കൊടുത്തിട്ട് പോലും ജയിച്ചില്ല എന്നുള്ളത്, അവർക്കാർക്കും പിന്നെ ഈ സഭയിൽ അംഗമാകാൻ കഴിഞ്ഞുള്ളതും വരും ദിവസങ്ങളിൽ അപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും ഓർത്താർ നല്ലതായിരിക്കും സാർ. ഇല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കലായി ജനം വീട്ടിലിരുത്തും സാർ. പൂരം കഴിഞ്ഞ പറമ്പിൽ നിന്നും പൊട്ടാത്ത പടക്കം പെറുക്കിയെടുക്കും പോലെ ഈ വലിയ ജനാധിപത്യ ആരൊക്കെ പൊട്ടി, എങ്ങനെയൊക്കെ പൊട്ടി എന്ന് പഠന വിഷയമാക്കണം സാർ. കലത്തിലെ ചോറ് വെന്തോ എന്നറിയുവാൻ മുഴുവനും ഞെക്കി നോക്കണ്ട സാർ, ഒന്നോ രണ്ടോ എണ്ണം ഞെക്കിയാൽ മതി. ഈ സർക്കാർ അങ്ങനെ പോകും എന്നറിയുവാൻ ആദ്യ നയപ്രഖ്യാപനം മാത്രം നോക്കിയാൽ മതി സാർ. ഒരു നയവും ഒരു മയവും ഇല്ലാത്ത സർക്കാരിൽ നിന്നും പുതുയുഗത്തിലേക്കുള്ള പുതിയ സർക്കാരിന്റെ യാത്ര മംഗളമായി ആരംഭിച്ചിരിക്കുകയാണ് സാർ. വികസനം എന്ന് പറയുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുക മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ തൊടുന്നതെല്ലാം വികസനമാണെന്ന് പുതിയ സർക്കാർ ഉറപ്പുവരുത്തുകയാണ്. അധ്വാനത്തിന്റെ ന്യായവിലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർഷകൻ, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അന്തസ്സ് തേടുന്ന തൊഴിലാളികൾ, വളരാനുള്ള അവസരം തേടുന്ന സംരംഭകർ, അന്തസ്സാർന്ന ജീവിതം ആഗ്രഹിക്കുന്ന വയോജനങ്ങൾ, സർക്കാരിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കുന്ന പാവപ്പെട്ടവർ തുടങ്ങിയ എല്ലാവരുടെയും മുഖങ്ങൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ട് സാർ. KSRTC ബസ്സുകളിൽ സഹോദരിമാർക്ക് അഭിമാനകരമായ സൗജന്യ യാത്ര, മുഴുവൻ കോളേജ് വിദ്യാർത്ഥിനികൾക്കും 1000 രൂപ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചു,
രോഗം കൊണ്ട് വലയുന്ന കുടുംബങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ചെറുപ്പക്കാർക്ക് പലിശരഹിത വായ്പ 5 ലക്ഷം, വയോജനങ്ങളുടെ ക്ഷേമത്തിന് ചരിത്രത്തിലാദ്യമായി പ്രത്യേക വകുപ്പ്. അങ്ങനെ പാവപ്പെട്ട ജീവിതത്തെ സ്പർശിക്കുന്നത് എല്ലാം ഈ നയപ്രഖ്യാപനത്തിലുണ്ട് സർ. അത് അഭിമാനകരമാണ്. പ്രതിപക്ഷം പറയുന്നത് ഇപ്പോഴും ഖജനാവ് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇന്നലെ പൂച്ച പ്രസവിച്ചതിൻ്റെ കാര്യം വരെ ഒരു മുൻ മന്ത്രി ഇവിടെ പറഞ്ഞു. ശരിയാണ് സാർ, ഖജനാവ് നിറഞ്ഞിരിക്കുകയാണ്. കടം കൊണ്ടാണ് സാർ ഖജനാവ് നിറഞ്ഞിരിക്കുന്നത്. സാർ, ഈ നിയമസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചനകത്ത് ഇടിമുഴക്കം തീർത്തുകൊണ്ട് എത്ര നല്ല കമ്മ്യൂണിസ്റ്റുകളാണ് സാർ UDFന്റെ പിന്തുണയോടുകൂടി MLA-മാരെ വന്നിരിക്കുന്നത്. ശ്രീ G. സുധാകരൻ, CP ജോൺ, KK രമ, കുഞ്ഞികൃഷ്ണൻ, ശ്രീ ഗോവിന്ദൻ, അങ്ങനെ എത്രയെത്ര പേർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാവാം. മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ആക്ഷേപവുമില്ല. പക്ഷേ തിരുമല നിർത്തി തിരുത്തുവാൻ തയ്യാറാവണം സാർ. സാർ, അടക്കത്തേങ്ങായിക്ക് ഉത കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല സാർ. ഇരുട്ടുകൊണ്ട് ഓട്ട അടച്ചിട്ടും ഒരു കാര്യവുമില്ല സാർ. കമ്മ്യൂണിസത്തെ അധികാരത്തിലെത്താനും അതിനുശേഷം ആ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുമുള്ള മാർഗമായി കാണാതെ കമ്മ്യൂണിസം ഒരു ജീവിത രീതിയാണെന്നും അതൊരു നിത്യജീവിത സമരമാണെന്നും കാണുവാൻ കമ്മ്യൂണിസ്റ്റുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇനി ഉയർത്തെഴുന്നേൽക്കൂ സാർ. ഇപ്പോഴും അപ്പുറത്തിരുന്ന് UDFനെ പള്ളു പറയുന്ന CPI-ക്കാരായ സുഹൃത്തുക്കളെ, നിങ്ങളും പലപ്പോഴും തിരുത്തേണ്ടടുത്ത് വായില്ലാ കുന്നിലപ്പന്മാരായി പോയി എന്നുള്ളതാണ് സങ്കടകരം സാർ. അച്ചടി ഭാഷയിൽ ഇതിനകത്ത് വന്നിരുന്ന വർത്തമാനം പറഞ്ഞിട്ടോ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നതായി അഭിനയിച്ച് കാണിച്ചിട്ടോ കാര്യമല്ല സാർ. ഒക്കുന്നെങ്കിൽ മറ്റേത് ഒപ്പിച്ചെടുക്കാൻ നോക്കും. നിയമസഭ ഉപ നേതാവ് സ്ഥാനമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ നോക്കും സാർ. ചോറ് കൊടുത്തതിന് ചരിത്രത്തിലാദ്യമായി ഒരു വന്ധ്യവയോധിനായ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു മന്ത്രിക്ക് ചോറ് കൊടുത്തതിന് പുറത്താക്കിയ ഏക പാർട്ടി CPI അല്ലേ സാർ. ഗോവിന്ദൻ മാഷ് ഈ സഭയിൽ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമാണ് സാർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളൊന്നൊരു വാക്കിനി മലയാള നിഘണ്ടുവിൽ ഇല്ലെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി സാർ. ഇന്നലത്തെ വാർത്ത KT ജലീൽ CPM-ൽ അംഗത്വം എടുത്തു വന്നതാണ്. മോളെ കെട്ടിക്കാറായപ്പോൾ വീണ്ടും വാപ്പ പുയ്യാപ്പിള ആയതുപോലാണ് സാർ ആ വാർത്ത. സാർ, നയപ്രഖ്യാപനത്തിൽ സ്വർണം കെട്ടവരെ കുറിച്ച് പറഞ്ഞില്ലെന്ന് BJP അംഗം ഇന്നലെ പരിതാപം പറയുന്നത് കേട്ടു. സാർ, നാക്ക് അകത്തേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് പാലക്കാട്ട് ദേവസ്വം ഭണ്ഡാരം കുത്തിത്തുറന്നതിന് BJP സ്ഥാനാർത്ഥി പ്രഭാവതി അകത്തായി സാർ. ഉത്സംബിയാവാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ അതിന്റെ പേരും വേറൊരു കലാപവും മുതലെടുപ്പും ഉണ്ടായേനെ സാർ. ഉറക്കത്തിൽ പോലും ശ്വാസം വിടുന്നത് പോലും ദേശീയതയിൽ അധിഷ്ഠിതമായ പാർട്ടി ഭരിക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ കുളമാക്കി, CBSE കുളമാക്കി സാർ. എല്ലാ മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായ ചരിത്രത്തിലിടം പിടിച്ച ഈ നയപ്രഖ്യാപനത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു സാർ. എൻ്റെ സമയം ഇനിയും ഉണ്ടെങ്കിൽ അത് മുഴുക്കാത്ത ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വിനയത്തോടുകൂടി